തിരുവോണത്തിന് തിരുവനന്തപുരത്തെത്തിയ മാവേലി പാതാളത്തിലേക്ക് തിരികെ പോകാൻ കൂട്ടാക്കുന്നില്ലെന്നാണ് വിവരം. ശംഖുമുഖം ബീച്ചിലെ ഓണാഘോഷ തിരക്കിനിടയിൽ എവിടെയോ മഹാബലി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്തായാലും റിപ്പോർട്ടറിന്റെ തിരുവനന്തപുരം ടീം ശംഖുമുഖത്ത് തിരുവോണ രാത്രിയിലും മാവേലിയെ തപ്പിയൊന്ന് പോയിരുന്നു. മാവേലിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞോ എന്ന് നോക്കാം, കണ്ടിട്ട് വരാം. തിരുവോണനാളിൽ തന്റെ പ്രജകളെ കാണാനെത്തിയ മഹാബലിക്ക് തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. പക്ഷെ പുള്ളി പോയിട്ടില്ല. ഈ ശംഖുമുഖം ഭാഗത്ത് എവിടെയോ കറങ്ങി നടപ്പുണ്ടെന്നാണ് നമുക്കൊരു വിവരം കിട്ടിയത്. അപ്പൊ അതനുസരിച്ച് ഞാനിപ്പോൾ ഉള്ളത് ശംഖുമുഖത്താണ്. പക്ഷെ പുള്ളിയെ കണ്ടുപിടിക്കുന്ന അല്പം ടാസ്ക് ആയിരിക്കും. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ തിരക്കിനിടയിലും ഒന്ന് തപ്പി നോക്കാം. ബാ പോരെ. മാവേലിയെ തപ്പിയാണ് ശംഖുമുഖം ഭാഗത്ത് എത്തിയത്. പക്ഷെ മാവേലിയെ കണ്ടു കിട്ടിയില്ല. പക്ഷെ പകരം വേറെ 3 പേര് ഈ ശംഖുമുഖം ഭാഗത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അവരോട് 2 വർത്തമാനം പറഞ്ഞിട്ട് വരാം. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടേഴ്സായ റിനു ശ്രീധർ, അരുൺ സോളമൻ, പിന്നെ നമ്മുടെ സാരഥി അലി, ഇവർ 3 പേര് ഉച്ചയ്ക്ക് മുങ്ങിയതാണ്. ഇപ്പൊ ഇവിടെയാണ് പൊങ്ങുന്നത്. എന്തായി ഓണം വൈബല്ലേ? ശംഖുമുഖം പൊളിയല്ലേ? തിരുവനന്തപുരത്തുകാർക്ക് ഓണം എന്ന് പറയുന്നത് 28 ദിവസമാണ്. 28ാം ഓണത്തോടു കൂടിയാണ് ഓണം അവസാനിക്കുന്നത്. അപ്പം മാവേലി തപ്പി ഇറങ്ങിയതാണ്. മാവേലി ഉണ്ടായിരുന്നല്ലായിരുന്നു ഇത്രയും നേരം നമ്മളോട് ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ പോയതുള്ളൂ. എന്തായാലും 28 ദിവസം പുള്ളി ഇവിടെ ഉണ്ടാവും. നമുക്ക് തപ്പിയെടുക്കാം എവിടെ നിന്നെങ്കിലും. അരുൺ സോളമൻ ഈ നാട്ടുകാരനാണ്. ഇവിടുത്തെ ഓണം എങ്ങനെയാണ്? ഫുൾ തിരക്കാണ്. എന്താ ഇവിടുത്തെ ഓണത്തെ പറ്റി പറയാം? ഇപ്പോൾ റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് പൊതുവേ തെക്കൻകാർക്ക് ഓണം ഒരു മഹോത്സവമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ശരിക്കും നമ്മൾ ശംഖുമുഖത്ത് കാണുന്നത്. കാരണം ഈ തിരുവനന്തപുരത്ത് കുടുംബമായാലും കപ്പിൾസിനായാലും വന്ന് അല്പസമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ്. അലിയുടെ ഓണമൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ ഓണം അടിപൊളിയാണ്. ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും ഓണം അടിപൊളിയാണ്. അഞ്ജനയുടെ ഓണം എങ്ങനെയുണ്ട്? തിരുവനന്തപുരത്ത് ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. കോട്ടയംകാരിയാണ്. എറണാകുളത്തായിരുന്നു ജോലി. തിരുവനന്തപുരത്ത് ഓണം എങ്ങനെയുണ്ട്? തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഓണം. പക്ഷെ ഇത്രയും വൈബൊന്നും കോട്ടയത്തെ ഓണത്തിനില്ല കേട്ടോ. രാവിലെ അമ്പലത്തിന്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ തൊട്ട് ഫുൾ തിരക്കാണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആകെ ഞെട്ടിയിരിക്കുവാണ്. ഇതെന്താണിത്? ഒന്നും പിടികിട്ടുന്നില്ല. എന്തായാലും നമ്മൾ മഹാബലിയെ തിരക്കി ഇറങ്ങിയതാണ്. ശംഖുമുഖത്ത് ഒരുപാട് തിരുവനന്തപുരത്തുള്ളവരുണ്ട്. അവരോടെങ്കിൽ ഈ ഓണത്തെ കുറിച്ചൊന്ന് ചോദിച്ചിട്ട് വരാം നമുക്ക്. ചേച്ചി, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. സദ്യയൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ റിലാക്സ് ചെയ്യാനായിട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും ഉണ്ട്. ഉച്ചയ്ക്കുള്ള സദ്യയൊക്കെ കഴിച്ച് കട്ടനും കുടിച്ചൊരു ഫാമിലി ശംഖുമുഖത്ത് നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ മ്ലാനമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഉള്ളത് വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവുകയാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്തായാലും ഈ ഓണസദ്യയാണ് ഓണത്തിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ സദ്യയും അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലെ സദ്യയൊക്കെ വ്യത്യസ്തമാണ്. എന്താണ് തിരുവനന്തപുരത്തെ സദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? തിരുവനന്തപുരത്ത് സദ്യ വടക്കൻ കേരളത്തെക്കാളും കുറച്ചുകൂടെ പച്ചക്കറിയുടെ കറികളുടെ എണ്ണം കൂടുതലായിരിക്കും. മെയിനായിട്ട് നോൺ വെജ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സദ്യയാണ് സദ്യ എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവോണത്തിൻ്റെ അവസാന ലാപ്പിലാണ്. എന്തായാലും നമ്മളിപ്പോൾ ശംഖുമുഖത്താണുള്ളത്. തിരുവനന്തപുരത്തുകാരെല്ലാവരും ഇപ്പോൾ ശംഖുമുഖത്ത് വന്നുകൂടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? ഒരു അതിജീവനത്തിൻ്റെ ഓണം കൂടിയാണ്. എല്ലാ പ്രാവശ്യവും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം പൊതുവെ ഉണ്ടാവും. ഈ പ്രാവശ്യം അതുപോലെ ഉണ്ട്. അപ്പൊ ഇതാണ് തിരുവനന്തപുരത്തെ ഓണം, തിരുവനന്തപുരത്തെ വൈബ്. അങ്ങനെ തിരുവോണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല ഇവിടുത്തെ വൈബ്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുക, അടിപൊളിയാണ്. അപ്പൊ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എപ്പനൊപ്പം ടീം റിപ്പോർട്ടർ തിരുവനന്തപുരം.